ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്നലെ എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫ് എൻ്റെ അവരുടെ മൊബൈൽ ഒന്ന് കാണിച്ചു തന്നു. മൊബൈൽ ഹാങ് ആണ്. മൊബൈലിൽ പലതരം അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതെന്താണ് ചെയ്യുക എന്നുള്ളത് അറിയാത്തൊരവസ്ഥ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മളെ പ്ലേ സ്റ്റോറിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ഒരു വൈറസ് വന്ന് കിടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ടാവും. അതുവഴിയാണ് നമുക്ക് പല അനാവശ്യ പരസ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആവുന്ന പല കംപ്ലയിൻസും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നത് എന്നുള്ളതും അത് ഏത് രീതിയിൽ ഒഴിവാക്കിയാലും പിന്നീട് ഭാവിയിലേക്ക് നമുക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല ഈ ഇൻഫർമേഷൻ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ആ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊബൈൽ ഫോൺ വളരെയധികം ഹാങ് ആണ്. ഞാൻ 1-2 ആപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോൾ അത് സാധാരണ രീതിയിലേക്ക് ആക്കിയത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലേ. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ കാണുന്ന പ്ലേ സ്റ്റോറിൽ കയറിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേ സ്റ്റോറിൽ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാം. ആ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇവിടെ കാണാം, കണ്ടില്ലേ, മാനേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ആ മാനേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മാനേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൽ നമുക്ക് ലിസ്റ്റായിട്ട് കാണുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റാഫിന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടോ, മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫോണിൽ വന്നിരിക്കുന്നത് ലുഡോ ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് വൈറസ് ആയിട്ട് നമുക്ക് മാറിയത്. അതുവഴിയാണ് നമ്മുടെ ഫോൺ ഹാങ് ആയതും അതുപോലെ തന്നെ അനാവശ്യ പരസ്യങ്ങളെല്ലാം വന്നതും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്ലേ പ്രൊട്ടക്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. ഇവിടെ കാണിക്കുന്നുണ്ട് നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ മാനേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 ലൈൻസ് ഇവിടെ കാണാൻ സാധിക്കും. ആ ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സോർട്ട് ബൈ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അത് നെയിം, മോസ്റ്റ് യൂസ്ഡ്, ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. അത് നമ്മൾ ലീസ്റ്റ് യൂസ്ഡ് നമ്മൾ സെലക്ട് ചെയ്യാം. അത് ആ ലീസ്റ്റ് യൂസ്ഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണിൽ 3 മാസമായി അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ലീസ്റ്റ് യൂസ് സെലക്ട് ചെയ്താൽ കാണാൻ സാധിക്കും. ഇത്രയും ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ മാസങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ തൽക്കാലം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ അത് നോക്കിയതിന് ശേഷം അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ഓപ്ഷൻ. ആ ഡിലീറ്റ് ഓപ്ഷൻ നമുക്ക് ഇവിടെ താഴെ കൺഫേം കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ പോയി. ഇതുപോലെ നിങ്ങളുടെ ഫോണിലുള്ള അനാവശ്യമായിട്ട് നിങ്ങൾ അറിയാതെ കയറി കിടക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഒരു പരിധി വരെ ഹാങ് ആവുന്നതും പരസ്യം വരുന്നതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും.